ഇന്ന് കൊച്ചിയിൽ നിന്ന് ഇന്നത്തെ ചാപ്റ്റർ യൂണിറ്റ് 12 ആണ്, 12 വർക്കേഴ്സ് ആൻഡ് പെസൻസ് എന്ന് പറയും. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, ലേബറേഴ്സിന്റെയും കർഷകരുടെയും പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് ഈ യൂണിറ്റിൽ കൂടെ നമ്മൾ അറിയാൻ ഉദ്ദേശിക്കുന്നത്, പരാമർശിക്കാൻ പോകുന്നത് കൊളോണിയൽ പീരീഡിൽ ഉണ്ടായിരുന്ന പ്രോബ്ലംസ്, അതായത് കർഷകർക്കുള്ള പ്രോബ്ലംസ്, അതേമാതിരി അവരുടെ കളക്റ്റീവായിട്ടുള്ള എന്തൊക്കെ ആക്ഷൻസ് എടുത്തിട്ടുണ്ട്, അതിന് ശേഷം കൊളോണിയൽ പീരീഡിന് ശേഷം പോസ്റ്റ് കൊളോണിയൽ പീരീഡിന് എന്തായിരുന്നു. അതായത് കർഷകരിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്, പുവർ ആയിട്ടുള്ളവരും സ്മോൾ കർഷകരുണ്ട്. അതേമാതിരി റിച്ച് ആൻഡ് ഫാർമേഴ്സ് മൂവ്മെന്റ്സ്, ഇതിനെപ്പറ്റിയും ലിബറലൈസേഷനെ പറ്റിയും ഒക്കെ ആയിരിക്കും പരാമർശിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ വർക്കേഴ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിയൽ, അതായത് കമ്പനികളിൽ അല്ലെങ്കിൽ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നവരെയാണ് വർക്കേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. പെസൻസ് എന്ന് പറയുമ്പോൾ കർഷകരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കർഷകർ, ഇന്ത്യ കർഷക രാജ്യമായതുകൊണ്ടും ഇന്ത്യ അഗ്രികൾച്ചറൽ കൺട്രി ആയതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് കർഷകരുടെ ഈ പെസൻസിന്റെ പ്രോബ്ലംസ് ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണെന്നുള്ളത് അവരുടെ ഡിമാൻഡ്സും അവരുടെ ആക്ഷൻസ്, ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവരെടുത്തുന്നത് എന്നൊക്കെയാണ് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ വർക്കേഴ്സിൽ, അതായത് ലാർജസ്റ്റ് ഒരുപാട് ഫാക്ടറി വർക്കേഴ്സോ അല്ലെങ്കിൽ ലേബറേഴ്സോ അല്ലെങ്കിൽ പെസൻസ് അല്ലെങ്കിൽ നമ്മൾ പറയാം കർഷകർ എന്ന് പറയാം, ഈ വർഗത്തിനെ കൂടുതലായിട്ടുള്ളതും എക്സ്പ്ലോയിറ്റ് അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സെക്ഷനാണിത്. കാരണം അവർക്ക് സാധുക്കളായതും അല്ലെങ്കിൽ രണ്ട് വിധത്തിലുള്ള ഫാർമേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ദരിദ്രരായ കർഷകരാണ് ഉള്ളത്. അപ്പോ അത് അവരുടെ പ്രോബ്ലംസിനെ പറ്റി പരാമർശിച്ച് വരുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ അവരെ പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടും ആൾക്കാര് ചൂഷണം പെട്ടിട്ടുണ്ട്. ചൂഷണപ്പെടാൻ കാര്യമുണ്ട്. കാരണം ഇവർക്ക് പഠിപ്പില്ല, നോളജ് ഇല്ല, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് പൊളിറ്റിക്കലായിട്ട് കുറെ കഴിയുമ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സും ഇൻവോൾവ് ആവുന്നുണ്ട് ഇവരുടെ കാര്യങ്ങൾ എന്നുള്ള ലെവലിൽ കൂടെ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇത് മാത്രമല്ല, ഇവർക്ക് ഓർഗനൈസേഷൻ സ്കിൽസ് ഇല്ല, അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കണം, ഘടകമായിട്ട് ഒരുമിച്ച് നിൽക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ അറിയാത്ത കാര്യമ്പോഴത്തേക്കും അതിന് സുഖമായിട്ട് അറിവുള്ളവർ അല്ലെങ്കിൽ കഴിവുള്ള നേതാക്കന്മാര്, അവരുടെ അതേമാതിരി മുതലാളിമാര്, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലുള്ള മുതലാളിമാര്, ഇന്നലെ നമ്മള് മുതലാളിമാരുടെയും തൊഴിലാളിക്കാരുടെയും പറഞ്ഞിരുന്നു. അതേമാതിരി അവരെ കൂടുതലായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് മാക്സിമം വർക്ക് എടുത്ത് മിനിമം വേജ് കൊടുത്ത്, മിനിമം സാലറി, കൂലി കൊടുത്ത് അവരെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുള്ള ഈ ഗ്രൂപ്പാണിത്. അപ്പൊ ഇതിൽ നമ്മുടെ പാവപ്പെട്ട കർഷകനോ അല്ലെങ്കിൽ പണക്കാരനായ കർഷകനോ മെഷീനറി ഉപയോഗിക്കുന്ന കർഷകനോ അല്ല, സാധാരണമായ നമ്മളുടെ പഴയ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്തു പോകുന്നവരോ, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ പ്രോബ്ലംസ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു മൂവ്മെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വിപ്ലവം എന്നുള്ള ലെവൽ വരാം. അപ്പൊ ഈ മൂവ്മെന്റിലെ, ഇന്ത്യയിലുള്ള മൂവ്മെന്റിന്റെ രണ്ട് വിധത്തിലാണ് പറയുന്നത്. ഒന്ന് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് ടൈമിൽ, അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പ്, പിന്നൊന്ന് ഇൻഡിപെൻഡൻസിന് ശേഷം. അപ്പൊ ഈ മൂവ്മെന്റ് എന്ന് വെച്ചാൽ വിപ്ലവം. ഈ വിപ്ലവം രണ്ട് വിധത്തിൽ നടക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ സമയത്തും, അതായത് കൊളോണിയൽ ആയിട്ട് ഇരിക്കുമ്പോഴും അതിനുശേഷവും ഈ മൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വർക്കേഴ്സ് മൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാല്, ആദ്യമായിട്ട് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് വർക്കേഴ്സ്, അതായത് വർക്ക് ചെയ്യുന്ന ലേബർ ഗ്രൂപ്പ് ഏത് ഫാക്ടറിയില് സെക്കൻഡ് ഹാഫ് 19ാം നൂറ്റാണ്ടിന്റെ പാതി ഭാഗങ്ങളിൽ വരുമ്പോഴത്തേക്കും ഇൻഡസ്ട്രിയൽ, അതായത് റെയിൽവേസിലുണ്ട്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഉണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്, പ്ലാന്റേഷൻ ഉണ്ട്, മൈനിങ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരെ എല്ലായിടത്തും വർക്ക് ചെയ്യുന്ന ലേബറേഴ്സിനെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്.
ആ ലേബർ മൂവ്മെന്റിന് ഓർഗനൈസേഷൻ വരുന്നു. അത് നമ്മളുടെ സെക്കൻഡ് വേൾഡ് വാർ ടൈമിലാണ് ലേബർ മൂവ്മെന്റ് ഓർഗനൈസേഷൻ വരുന്നത്. ആ ലേബർ മൂവ്മെന്റ് ഓർഗനൈസേഷൻ വന്ന ശേഷം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സ് എല്ലാവരും യൂണിയൻ ഉണ്ടാക്കുന്നു. ആ യൂണിയന്റെ പേരാണ് ട്രേഡ് യൂണിയൻസ്. അത് ആദ്യമായിട്ട് വരുന്നത് 1920 ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, AITUC കോൺഗ്രസ് ആണ് അത് തുടങ്ങുന്നത് 1920. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താന്ന് വെച്ചാല് എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുവന്ന ഓർഗനൈസേഷന്റെ ഇന്ത്യൻ വർക്കേഴ്സിനെ ഒരു അവരുടെ ധനപരമായോ സാമൂഹ്യമായോ പൊളിറ്റിക്കലായോ എല്ലാം ഒരുമിച്ച് കൺസോളിഡേറ്റ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അന്നത്തെ ഉദ്ദേശം. രണ്ടാമത് 1920 ഈ കൺസോളിഡേഷൻ ഐഡിയാസ് കൺട്രിയുടെ ബെനിഫിറ്റിന് എന്നുള്ള ലെവലിലാണ് കൊണ്ടുവരുന്നത്. 1928 നമ്മളുടെ ലെഫ്റ്റ് വിങ്, ഇടതുപക്ഷത്തിന് ചായ്വുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് ഇതിൽ ഡോമിനേഷൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ ഇൻവോൾവ്മെന്റ് ആകുന്നു ഈ ഓൾ ഇന്ത്യ ഇതില് ട്രേഡ് യൂണിയനിൽ. അപ്പോൾ അതേസമയം ഇന്ത്യയില് നമ്മള് വാർ ടൈമിൽ, ഇൻഡിപെൻഡൻസ് വാർ ടൈമിൽ നമ്മൾ 2 ഗ്രൂപ്പ് നാഷണൽ ലീഡേഴ്സ് തന്നെ മോഡറേറ്റ്സ് എന്നും എക്സ്ട്രീമിറ്റ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മോഡറേറ്റ്സ് പറയുകയാണ് അത് പറ്റില്ല, നമുക്ക് വേറെ ഒരു ട്രേഡ് യൂണിയൻ വേണം, അല്ലെങ്കിൽ ഇവരെ ലെഫ്റ്റ് കമ്മ്യൂണിസം ഇല്ലാത്ത ഒരു ട്രേഡ് യൂണിയൻ വേണം എന്നുള്ള ലെവലിൽ മോഡറേറ്റ്സ് സംസാരിക്കുകയും ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോ 1930 മുതൽ ട്രേഡ് യൂണിയന് ഇന്ത്യയിൽ അത്രയും മൂവ്മെന്റിന് ശക്തി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കമ്മ്യൂണിസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ളത് കൊണ്ടാണ് മീററ്റ് കോൺസ്പിറസി കേസും ബോംബെ ടെക്സ്റ്റൈൽസ് കേസും 1929 തോറ്റുപോയത് എന്നുള്ള ഒരു അഭിപ്രായം വരികയാണ്. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ ട്രേഡ് യൂണിയൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമുക്ക് ഇക്കണോമിക് ഡിപ്രഷൻ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയും ഒരുപാട് കമ്പനികളിൽ നിന്ന് ആൾക്കാർക്ക് അല്ലെങ്കിൽ ലേബറേഴ്സിന്, വർക്കേഴ്സിന് പിരിച്ചുവിടുകയും ചെയ്തു. വലിയ ഗ്രൂപ്പായിട്ടാണ് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഇവര് കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാമിലീസ് ആയിരിക്കും. അപ്പൊ അവർ നമ്മളെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഈ ട്രേഡ് യൂണിയനും ഇല്ല, അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കമ്പനി മുതലാളിമാരില്ല. മാത്രമല്ല ഈ ട്രേഡ് യൂണിയൻ ഫോക്കസ് ചെയ്ത് വന്നത് ഈ കൊടുക്കുന്ന കൂലി കുറച്ചുകൊണ്ടുള്ള ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് സ്ട്രൈക്കൊക്കെ വരികയും ആ സ്ട്രൈക്കിൽ കൂടി മുതലാളിമാർക്ക് ഇഷ്ടമല്ല എന്ന് വരുന്നു. അപ്പൊ അവര് പിരിച്ചുവിടും അല്ലെങ്കിൽ ലോക്ക്ഡൌൺ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ സെക്കൻഡ് വേൾഡ് വാർ ടൈമില് ട്രേഡ് യൂണിയനിന്റെ അകത്ത് തന്നെ ഒരു ഡിവിഷൻ വരികയാണ്, അല്ലെങ്കിൽ വിഭജനം വരുന്നു. അപ്പൊ നാസിയുടെ ചായ്വുള്ള സോവിയറ്റ് യൂണിയനിൽ അറ്റാക്ക് ചെയ്യുന്നതിന് ഒരു ഗ്രൂപ്പ് 1941 ഇതിനെ തന്നെ ഇവിടെ ഒരു ചേഞ്ച് ആണ് വരുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് വിചാരമുള്ള ഗ്രൂപ്പ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അവരുടെയും ഡ്യൂട്ടിയും ഈ സപ്പോർട്ട് ചെയ്യുന്ന ബ്രിട്ടീഷ് വാർ എഫക്റ്റിനെയും ഒക്കെ ഇന്ത്യയിലും ഇതിന്റെ റിഫ്ലക്ഷൻസ് കാണാൻ പറ്റും. അപ്പൊ നാഷണൽ ലീഡേഴ്സ് ഇതിനെപ്പറ്റി, ഇന്ത്യൻ നാഷണൽ ലീഡേഴ്സ് ഉദ്ദേശിക്കുന്നത് മുഴുവനും നമ്മളുടെ നാഷണൽ മൂവ്മെന്റ് എന്താ ഉദ്ദേശിക്കുന്നത്, ബ്രിട്ടീഷ് റൂളിനെ ഇവിടെ നിന്ന് മാറ്റണം, ഓവർത്രോ ചെയ്യണം, അല്ലെങ്കിൽ അവരെ പുറത്താക്കണം. അതിനുള്ള വർക്കിലാണ് നാഷണൽ ലീഡേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങൾ വരികയും ഈ ട്രേഡ് യൂണിയനിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുകയും ചെയ്യുന്നു. ആ സ്പ്ലിറ്റ് വരുമ്പോഴത്തേക്കും കംഫർട്ടബിൾ ആയിട്ട് ജീവിച്ചു കൊണ്ടിരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വർക്കേഴ്സിന് അവർക്ക് ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു. അവരുടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ലൈഫ് അങ്ങോട്ട് പോവാണ്. അപ്പൊ ഇതിന് മാത്രമല്ല ഗവൺമെന്റ് റിസോർട്ട് ചെയ്ത് വരുന്നത് ഡിഫൻസ് ഇന്ത്യ റൂൾസ് കൊണ്ടുവരുന്നുണ്ട്. ഡിഫൻസ് ഇന്ത്യ റൂൾസ് വഴി അവര് എല്ലാവിധ സ്ട്രൈക്കും ലോക്കൗട്ട്സും പ്രോഹിബിറ്റ് ചെയ്യുന്നു, നടക്കാൻ പാടില്ല. അപ്പൊ അതിൽ വരുമ്പോഴത്തേക്കും ഈ
ലോക്കൗട്ട് പാടില്ല, ഫാക്ടറിയിൽ ലോക്കൗട്ട് ചെയ്യാൻ പാടില്ല, അതേമാതിരി തന്നെ സ്ട്രൈക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഓർഡർ കൊണ്ടുവരാന്ന് ഈ ഡിഫൻസ് റൂള്, ഇന്ത്യൻ റൂളില്. അപ്പൊ ഇത് എല്ലാ യൂണിയനെയും അതേമാതിരി യൂണിയനിൽ പാർട്ടിസിപ്പേറ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനും ആണ് അത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മള് ഇനി നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ഇവരുടെ ഇഷ്യൂസ് എന്താണ്, അതേമാതിരി എന്തൊക്കെ തരത്തിലുള്ള കളക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ്, ഇവരെന്ത് ആക്ഷനാണ് ഇവരുടെ ഇഷ്യൂവിനെ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരുടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ അവർ ഉദ്ദേശിച്ചത് അതിനെ പറ്റിയാണ് നമ്മൾ പരാമർശിക്കുന്നത്. ഇവരുടെ പ്രോബ്ലംസ് എന്തായിരുന്നു? കൂലി കിട്ടുന്നില്ല, കൂലിയിൽ കുറവ് കൂലി, ബോണസ് ഇല്ല, പേഴ്സണൽ ആയിട്ടില്ല, ലീവ് കിട്ടുന്നില്ല, അതേമാതിരി തന്നെ വർക്ക് ചെയ്യുന്ന സമയം കൂടുതലാണ്, അതേമാതിരി ഒരുപാട് ഇൻഡിസിപ്ലിനും ഉണ്ട്, വയലൻസും ഉണ്ട്. അത് മാത്രമേ ഇൻഡസ്ട്രിയൽ ആയിട്ടും ലേബർ പോളിസീസ് ഉണ്ട്, ലേബറിന്റെ പോളിസികളും ഇതിൽ കാണുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് അവര് കളക്റ്റീവായിട്ട് ഒരുമിച്ച് നിന്ന്, കളക്റ്റീവ് എന്ന് വെച്ചാൽ ഒരുമിച്ച് നിന്ന് നമ്മളുടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുക. അതിനാണ് അവര് സ്ട്രൈക്ക് ചെയ്തത്. സ്ട്രൈക്ക് ചെയ്തു, സത്യാഗ്രഹ ചെയ്തു, അതുകൂടാണ്ട് ഊണ് കഴിക്കാണ്ട് ഹങ്കർ സ്ട്രൈക്ക് ചെയ്തു, ബന്ദ് ചെയ്തു, ഹർത്താൽ ചെയ്തു, ഗറാവോ ചെയ്തു, ഡെമോൺസ്ട്രേഷൻ ചെയ്തു. അതുകൂടാണ്ട് ഒരുമിച്ച് മാസായിട്ട് കൂടുതൽ ഒരേ സമയം കുറെ കാഷ്വൽ ലീവ് എടുക്കുക, വർക്ക് ചെയ്യാണ്ടിരിക്കുക, ഇലക്ട്രിസിറ്റി ഒക്കെ കട്ട് ചെയ്ത് വിടുക. അപ്പൊ ഇങ്ങനത്തെ ഈ കോമൺ പ്രോബ്ലത്തിന് കളക്റ്റീവ് ആയിട്ട് അവർ സ്ട്രൈക്ക് കൊണ്ടുവരാണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് റെയിൽവേസ്, ജൂട്ട് കമ്പനികള്, പ്ലാന്റേഷൻ, മൈൻ, അതായത് കോൾ മൈൻ, ടെക്സ്റ്റൈൽ വർക്കേഴ്സ് സ്ട്രൈക്കില് പ്രീ ഇൻഡിപെൻഡൻസ് ടൈമിലാണ് ഇതൊക്കെ വർക്കുന്നത്. അത് പ്രത്യേകമായിട്ട് സ്ട്രൈക്ക് നടക്കുന്നത് നാഗ്പൂർ, അഹമ്മദാബാദ്, ബോംബെ, മെഡ്രാസ്, ഹൗറ ആൻഡ് കൽക്കട്ട. ഈ ഏരിയകളിലൊക്കെ ഇൻഡസ്ട്രിയൽ ബെൽറ്റ് ആണത്. അപ്പൊ അവിടെ കമ്പനികൾക്ക് അടച്ചുപൂട്ടേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. 1920 ഗാന്ധിജി ഇതിൽ ഇടപെടുകയും അവരുടെ ടെക്സ്റ്റൈൽ വർക്കേഴ്സിന്റെ, അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽസ് വർക്കേഴ്സിന്റെ നേതൃത്വം എടുത്തിട്ട് അവർക്ക് വർക്കേഴ്സിനോട് സംസാരിക്കുകയും അവർക്ക് വേണ്ടി ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള മഹാത്മാഗാന്ധി ഇൻവോൾവ് ആകുന്നു. അപ്പോൾ അവരുടെ ഇൻവോൾവ്മെന്റ് വരുമ്പോഴത്തേക്കും അവിടെ ഒരു വ്യത്യാസം വരും. അപ്പൊ ഇനി അടുത്ത് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇവരുടെ നാഷണൽ ലെവലില് എന്തൊക്കെയാണ് നടത്തുന്നത്. ഇപ്പോ കൊളോണിയൽ പീരീഡ് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ വർക്കേഴ്സിന് ഭയങ്കരമായിട്ടുള്ള ഹോപ്പ് കിട്ടി. അതായത് ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം അവർക്ക് ഈ ഫാക്ടറിയിൽ വർക്കുന്നവർക്കും എല്ലാവർക്കും ഇന്ത്യ ഫ്രീ ആയി, അപ്പോൾ നമുക്ക് കുറച്ച് ബെറ്റർമെന്റ് കിട്ടുന്നുള്ള ഒരു ഹോപ്പ് കിട്ടുകയാണ്. അങ്ങനെ വലിയ ബെറ്റർമെന്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ കൂടിയും അവരുടെ കണ്ടീഷൻസിന്റെ ഒരു സെൻട്രൽ യൂണിയൻ ഓർഗനൈസേഷൻസ് എന്നുള്ള ലെവലില് 3 വിധത്തില് പിരിയാണിത്. അപ്പൊ ഇത് ആദ്യത്തെയായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. അതായത് കോൺഗ്രസ് പാർട്ടിയാണ് 1947 ഈ പറഞ്ഞ INTUC ഫോം ചെയ്യുന്നു. രണ്ടാമത് 1948 ദ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അവര് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രേഡ് യൂണിയന്റെ പേരാണ് ഹിന്ദ് മസൂർ സഭ. ഹിന്ദ് എന്ന് പറയുന്നത് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇവരുടെ വർക്കേഴ്സും എല്ലാം റിട്ടേൺ ചെയ്തിട്ട് പിന്നെ ഇതിനു ശേഷം ഒരുപാട് സ്ട്രൈക്കുകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്നുണ്ട്. അതിൽ രാജ്യത്തിലുള്ള സ്ട്രൈക്ക് 1947 1811 സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. ഈ സ്ട്രൈക്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള വർക്കേഴ്സ് ആണെങ്കിലോ 1840,000 ആയിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വർക്കേഴ്സ് ഇതിൽ ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ ഇവരുടെ സ്ട്രൈക്ക് വരുമ്പോൾ അവരുടെ വർക്കിംഗ് ഡേയ്സും പോകും, അപ്പൊ മാൻ ഡേയ്സും പോകുന്നുണ്ട്. അപ്പൊ അവരുടെ റെക്കോർഡിലും ഇത് വരുന്നുണ്ട്.
കാരണം ഇതൊക്കെ കമ്പനിയെ എഫക്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഫാക്ടറി എഫക്ട് ചെയ്യുന്നതാണ്. ഇനി 1950 ആയപ്പോഴത്തേക്കും സ്ട്രൈക്കുകൾ, അതായത് ലോക്ക്ഡൌണും സ്ട്രൈക്കും ഒന്ന് ഇൻക്രീസ് ആവണം. 60 മുതൽ 1960 മുതൽ 70 വരെ ഈ സ്ട്രൈക്കുകൾ ഇങ്ങനെ കൂടി വരികയും, അപ്പോൾ റാഡിക്കൽസ് ആയിട്ടുള്ള യൂണിയൻ, ട്രേഡ് യൂണിയൻ എന്നുള്ളത് ലെവലില് 1949 ഒരു ട്രേഡ് യൂണിയൻ ഫോം ആവുന്നു. അപ്പോ ഈ ഇവരുടെയൊക്കെ പല വിധത്തിലും ഇവരുടെ സ്ട്രൈക്കുകൾ കുറയ്ക്കാന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. 1964 പിന്നെയും ഒരു ഡിവിഷനാണ്, അതായത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, കമ്മ്യൂണിസ്റ്റ് ചരിവുള്ളവർ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രൂപ്പ്, ഇന്ത്യയിലുള്ള ഗ്രൂപ്പിന് രണ്ടായിട്ടും വിഭജിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, പിന്നൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എം, ദാറ്റ് ഈസ് മാർക്സിസ്റ്റ്. അപ്പൊ മാർക്സിസ്റ്റ് ഗ്രൂപ്പായിട്ട് കമ്മ്യൂണിസ്റ്റിൽ രണ്ടായിട്ട് പിരിഞ്ഞു പോകണം. ആ പിരിഞ്ഞതിന് ശേഷം പിന്നെയും കമ്മ്യൂണിസ്റ്റ് കൺട്രോൾ ആയിട്ടുള്ള AITUC, അതായത് അങ്ങനെ പിരിഞ്ഞു പോകുന്നു. 1970 പിന്നെയും നമുക്ക് കാണാൻ പറ്റുന്നത് സെന്റർ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ, സെന്റർ ഫോർ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ എന്നുള്ളത് 70 പുതിയതായിട്ട് ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാവുന്നു. ഈ ട്രേഡ് യൂണിയൻസ് തന്നെ പിരിഞ്ഞ് മാറുമ്പോഴത്തേക്കും ഇത് ഏത് പാർട്ടീനെയാണ് ഈ ട്രേഡ് യൂണിയൻ സപ്പോർട്ട് ചെയ്യുന്നത്? CITU സപ്പോർട്ട് ചെയ്യുന്നത് CPI, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് CPIM മാർക്സിസ്റ്റിനെയുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ കൂടുതലായിട്ടും മാർക്സിസ്റ്റ് അല്ലെങ്കിൽ കൂടുതലായിട്ടും കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു ചരിവുള്ള ഒരു ലെവലിലേക്കാണ് ഇത് ഇങ്ങനെ നമ്മളുടെ ലേബർ യൂണിയൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ലേബർ യൂണിയൻസിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് പ്രൊവിഷണൽ ഫിഗേഴ്സ് റിലീസ്ഡ്, എത്രയാണെന്നുള്ളത് റിലീസ് ചെയ്യുന്നു. ആരാണ്? ചീഫ് ലേബർ കമ്മീഷണർ ആണ് ആദ്യമായിട്ട് ഓരോന്നിലെയും കണക്ട് ആയിട്ടുള്ള. 1994 അത് നടക്കുന്നത്. അവിടെയാണ് അവര് റിലീസ് ചെയ്യുന്നത് എത്ര പ്രൊവിഷണൽ ആയിട്ട് എത്ര ഫിഗേഴ്സ് ഉണ്ടെന്ന്. അഫിലിയേറ്റ് ചെയ്ത്, അതായത് BJPനെ ഭാരതീയ മസ്ദൂർ സംഘ് 1994 ഭാരതീയ മസ്ദൂർ സംഘത്തിനെ സംഘമായിട്ട് അഫിലിയേഷൻ ചെയ്തിട്ടുള്ള ഈ ട്രേഡ് യൂണിയന്റെ ടോട്ടൽ ആയിട്ടുള്ള നമ്പർ ആൾക്കാര് 31.17 ലക്ഷം, 0.17 ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അതിൽ പൊസിഷനിൽ വർക്ക് ചെയ്യുന്നത്. അതായത് ടോപ്പ് ലെവലില് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ടുള്ള അഫിലിയേഷൻ ഉള്ളത്. പിന്നെ അടുത്തതായിട്ട് നോക്കുമ്പോഴോ INTUC ഉണ്ട്. അത് കോൺഗ്രസിലുമായിട്ട് സംബന്ധപ്പെട്ട ഒരു ബോഡിയാണ്. അതിന്റെ മെമ്പർഷിപ്പ് നോക്കുകയാണെങ്കിൽ 27.06 ലാക്ക്. അത് രണ്ടാമത്തെ ലെവലിൽ നിൽക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ചീഫ് ലേബർ കമ്മീഷണർ ആണ് ഓരോ ട്രേഡ് യൂണിയനിലും എത്ര മെമ്പേഴ്സ് ഉണ്ട്, അത് ഏത് പാർട്ടിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു വരുന്നത്. മൂന്നാമത്തെ സ്ഥാനത്തിലേക്ക് വരുന്നത് CITU എന്ന് പറയുന്നത്. അഫിലിയേഷൻ കൊടുത്തിട്ടുള്ളത് CP, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ, മാർക്സിസ്റ്റ്. ടോട്ടൽ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എത്ര ആൾക്കാർ അതിൽ ആ പാർട്ടിയിൽ ആ യൂണിയനിൽ ട്രേഡ് യൂണിയനുള്ള 17.98 ലക്ഷത്തിലുള്ള ആൾക്കാരാണ് അതിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. നാലാമതായിട്ട് വരുന്നത് ഒരു പൊസിഷൻ എന്നത് HMs എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിയുമായിട്ടുള്ള. അപ്പൊ ഇങ്ങനെ ഇവരുടെ മെമ്പർഷിപ്പ് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നുണ്ട്. അവരുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഏത് പാർട്ടിയോടാണോ അവർക്ക് അഫിലിയേഷൻ അതായിരിക്കും അവര് എടുക്കുന്നത്. ഇനി നമ്മൾ ഓരോ പ്രൊവിഷണലായിട്ട് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചത് നാഷണൽ ലെവലിലുള്ള ട്രേഡ് യൂണിയനാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്
പ്രൊവിഷൻ ഓരോ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഓരോ പ്രോവിൻസിലുള്ളതായിരുന്നു. 1960 ഈ ട്രേഡ് യൂണിയൻസ് DMK ആൻഡ് AIDMK മദ്രാസിൽ, അതായത് തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ കഴകം, ഓൾ ഇന്ത്യ അണ്ണാ ഇന്ത്യ ദ്രാവിഡ മുന്നേറ്റ കഴകം, ഇതിങ്ങനെ മദ്രാസിൽ ഫോം ആവുന്നു. പിന്നെ മദ്രാസിലാണെങ്കിലോ ശിവസേന എന്ന് പറഞ്ഞിട്ട് 1967 ഒരു പാർട്ടി ഉണ്ടാവുന്നു. ഇതേമാതിരി തന്നെ ലേബർ വിങ്ങിന്റെ ഇതിന്റെ തന്നെ ലേബർ വിങ് ആയിട്ട് വരുന്നതാണ് ഭാരതീയ കാംകാർ സേന. കാംകാർ എന്ന് വെച്ചാൽ വർക്കേഴ്സ് എന്നുള്ള അർത്ഥം, സേന എന്ന് വെച്ചാൽ ഗ്രൂപ്പ് എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഭാരതീയ കാംകാർ സേന വരുന്നു. അതിനുശേഷം ഇവരുടെ വിശ്വാസം ശിവസേന ബാക്കിംഗ് ഉണ്ട്. കാരണം ശിവസേനയ്ക്ക് ഈ ബോംബെ പൂനെ ബെൽറ്റിലുള്ള എല്ലാ കമ്പനികളും, അതായത് ഇൻഡസ്ട്രിയൽ കമ്പനികൾ, കൂടുതലായിട്ടും ഫാക്ടറികൾക്ക് ഇവരുടെ ബാക്ക് സപ്പോർട്ട് ഉണ്ട്. അത് മാത്രമല്ല ഇവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അതേമാതിരി സോഷ്യലിസ്റ്റിന്റെ ലേബർ യൂണിയൻസും ഉണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ പരാമർശിച്ചു പോകുമ്പോൾ ഇതിന്റെ അച്ചീവ്മെന്റ് എന്താന്ന് വെച്ചാൽ, ട്രേഡ് യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ ആ സൂപ്രമസിയില് ബോംബെയിലുള്ള 1970 കൺട്രോൾ നമുക്ക് മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവരുടെ ശിവസേനയാണ് ലീഡ് ചെയ്യുന്ന യൂണിയൻ. അത്രയും ഈ ശിവസേന അവരെ ചാലഞ്ച് ചെയ്യുന്നു. ആരാ ചാലഞ്ച് ചെയ്യുന്നത്? ദത്താ സാമന്ത് എന്ന് പറഞ്ഞ ഒരു ലീഡർ, അല്ലെങ്കിൽ വളരെ INTUCയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡറാണ് ദത്താ സാമന്ത്. അപ്പൊ അങ്ങേരാണ് ശിവസേനയെ ചാലഞ്ച് ചെയ്യുന്നത്. ആ എമർജൻസി സമയമാണത്. 1975 എമർജൻസി ഡിക്ലെയർ ചെയ്യുകയും ആ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അങ്ങേരോട് അങ്ങേരുടെ ചാലഞ്ചിങ് ആയിട്ടുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ അവർ ഗവൺമെന്റിനെ ചാലഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ദത്തനെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കുന്നു. അപ്പോ പുള്ളി അതിനുശേഷം ഒരു കോൺഗ്രസ് MLA ആയിട്ട് മാറുന്നു. ഇതിനുശേഷം ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഈ എമർജൻസി മാറ്റിക്കഴിഞ്ഞു. 1975 എമർജൻസി വന്നത്. 77 എമർജൻസി എടുത്തു, അതായത് നിർത്തലാക്കി എന്നുള്ളതാണ് ഉദ്ദേശം. ആ സമയത്ത് ആയപ്പോഴത്തേക്കും 1977 ആവുമ്പോഴത്തേക്കും ദത്ത വന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലീഡറായി. ഈ പോപ്പുലർ ലീഡർ ആയി കഴിഞ്ഞപ്പോൾ ബോംബെ പൂനെ ബെൽറ്റില് അത്രയും വളരെ പവർഫുൾ ലീഡർ, യൂണിയൻ ലീഡർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള ആൾക്കാർ മുഴുവനും സപ്പോർട്ട് ചെയ്യുന്നത് യൂണിയൻ ലീഡർ ആയിരിക്കും. യൂണിയൻ ലീഡർ എന്ത് പറഞ്ഞാലും അവരനുസരിക്കും. പ്രത്യേകമായിട്ട് നോർത്ത് ഇന്ത്യയിലായാലും ശരി സൗത്ത് ഇന്ത്യയിലായാലും ശരി യൂണിയൻ ലീഡേഴ്സ് പറയുന്നതാണ് വർക്കേഴ്സ് അനുസരിക്കുക. അപ്പൊ വർക്കേഴ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു യൂണിയൻ ലീഡർ, നമ്മളെ ലീഡർ പറയുന്നു എന്നുള്ളത്. കാരണം ഇവരൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഗ്രൂപ്പാണ് വർക്കേഴ്സ് ഗ്രൂപ്പ്. 1978 ഇത് ഇങ്ങേര് രണ്ടും കോൺഗ്രസും വിട്ടു, INTUCന്റെ മെമ്പർഷിപ്പും വിട്ടു. എന്നിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള യൂണിയൻ ഉണ്ടാക്കുകയാണ് സ്വയമേ ഒറ്റയ്ക്ക്. കാരണം പോപ്പുലാരിറ്റി കൂടുതലുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തമായിട്ട് ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നു. ആ ട്രേഡ് യൂണിയന്റെ പേരാണ് മഹാരാഷ്ട്ര ഗിരിനി കാംഗാർ യൂണിയൻ, MGKU. അതിൽ മോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വളരെ പ്രാധാന്യമുള്ള ഒരു പൊസിഷനിലും ലീഡറായിട്ട് ഇരിക്കുമ്പോൾ തന്നെ അതിൽ തന്നെ അങ്ങേര് മഹാരാഷ്ട്ര ഗിർനി കാംഗാർ യൂണിയന്റെ ലീഡറായിട്ട് ഇരുന്ന് മരണം വരെ, അങ്ങേരെ മരിക്കുകയല്ല കൊല്ലപ്പെടുകയാണ്, മരണം വരെ അതിന്റെ ലീഡറായിട്ട് ഇരിക്കുകയും വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ട്രേഡ് യൂണിയന്റെ ലീഡർ, വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ ലീഡറായിട്ടിരുന്നു അങ്ങേര് കൊല്ലപ്പെടുന്നത് വരെ. ഇനി ഓരോ ട്രേഡ് യൂണിയനും നമ്മളുടെ പൊളിറ്റിക്കലായിട്ട്, അതായത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് സംബന്ധമില്ലാണ്ട് വരുന്നതിനെ പറ്റിയാണ് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. അപ്പൊ 1960
നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ട്രേഡ് യൂണിയന്റെ ഉപയോഗങ്ങൾ കണ്ടു. ഇതിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ പാർട്ടി ഏതെങ്കിലും ഒരു അസോസിയേറ്റ് ചെയ്ത് അവരുടെ സിദ്ധാന്തങ്ങളാണ് ഈ ട്രേഡ് യൂണിയൻ നടപ്പിലാക്കുക. ഇവിടെ ഈ പൊളിറ്റിക്കലായിട്ട് ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ട്രേഡ് യൂണിയൻസ് അവരുടെ വർക്കേഴ്സിന്റെ, അതായത് അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത വർക്കേഴ്സിന്റെ ഇപ്പോഴത്തെ വർക്ക് ട്രേഡ് യൂണിയനും എല്ലാം പൊളിറ്റിക്കൽ, അതായത് രാഷ്ട്രീയമായിട്ടുള്ള ചായ്വില്ലാത്ത പൊളിറ്റിക്കൽ പാർട്ടീസ് ചായ്വില്ലാത്ത യൂണിയനാക്കി മാറ്റാനാണ് ഇവരുടെ ഉദ്ദേശം. എന്തുകൊണ്ടാണ് ഈ ലീഡർഷിപ്പിന്റെ കാരണം എന്താന്ന് വെച്ചാല് നമുക്കറിയാൻ പറ്റും. ആ സമയത്ത്, അതായത് ഈ പറഞ്ഞ കാലഘട്ടത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട്, മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്. അതായത് പഠിപ്പുള്ള ഒരു ഗ്രൂപ്പാണ് ലീഡേഴ്സ് ആവുന്നത്. പഠിപ്പ് ഉള്ള മിഡിൽ ക്ലാസ് ഗ്രൂപ്പ് ലീഡേഴ്സ് ആകുന്നു. ആ ലീഡർഷിപ്പിന്റെ ബേസിസിൽ ഇവര് യൂണിയൻസ് ഉണ്ടാക്കുന്നു. ആ യൂണിയനിൽ വരുമ്പോൾ തന്നെ എഞ്ചിനീയറിംഗ് മസ്ദൂർ സഭ RJ മെഹ്തന്റെ ലീഡർഷിപ്പില് ഒരു ഏർലിയസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ഉണ്ടാക്കുന്നു. ആ യൂണിയന്റെ കാരണങ്ങൾ എന്താന്ന് വെച്ചാല് എല്ലാവിധ വർക്കേഴ്സിനും, അതായത് എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവരായാലും ശരി, കെമിക്കൽ ഫീൽഡിലുള്ളവരായാലും ശരി, പ്രിന്റിംഗ് ടെക്സ്റ്റൈൽസും പേപ്പർ പ്രിന്റിങ്ങും, അലൈഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ, ഇങ്ങനത്തെ ഇൻഡസ്ട്രിയലിൽ ഉള്ള വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ മെഹ്ത ഗ്രൂപ്പിന്റെ മസ്ദൂർ സഭ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദത്ത സാമന്ത് പിന്നെയും വേറെ യൂണിയൻസ് ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയ അസോസിയേഷൻ, ആ യൂണിയൻസിന്റെ പേര് അസോസിയേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ്. പിന്നെ മുംബൈ ജനറൽ കാംഗാർ, അതായത് ജനറൽ വർക്കേഴ്സ് യൂണിയൻ. പിന്നെ മഹാരാഷ്ട്ര ഗിർനി കാംഗാർ, അതാണ് ആദ്യത്തത് യൂണിയൻ. അപ്പൊ ഇങ്ങനത്തെ പല വിധത്തിലുള്ള യൂണിയൻസ് ഉണ്ടാക്കി, അതായത് ഓരോ വർക്കിനെ സംബന്ധിച്ച, ഫാക്ടറിനെ സംബന്ധിച്ച അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഒരേ വർക്കേഴ്സിന്റെ അതൊരു യൂണിയനൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഇത് കൂടാണ്ട് ശങ്കർ ഗുഹാനേഗോയും AK റോയും പുതിയ ലീഡേഴ്സ് ആയിട്ട് വരികയാണ്. അവര് ഇൻഡിപെൻഡന്റ് യൂണിയൻസ് ഉണ്ടാക്കുന്നു. നിഗോയി വന്നിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അയൺ, അതായത് രാജ്ഗ്രഹ, ബിലായ്, മധ്യപ്രദേശിലുള്ള ഖനികളിൽ വർക്ക് ചെയ്യുന്ന ട്രേഡ് വർക്കേഴ്സിന്റെ യൂണിയൻ ലീഡറായിട്ട് വരുന്നു. അപ്പോൾ ഈ AITCയും INTUCയും എല്ലാ പ്രോബ്ലംസും ബിലായ് കൺസേൺ ചെയ്യുന്നു വരുന്നത് ബിലായ് സ്റ്റീൽ പ്ലാന്റില് ഉള്ള വർക്കേഴ്സിന്റെ ബെറ്റർ പേയ്മെന്റ്, അവർക്ക് ബെറ്റർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനും വർക്കിംഗ് അറ്റ്മോസ്ഫിയറും കിട്ടണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നെഗോയി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏതിലാന്ന് വെച്ചാൽ കാഷ്വൽ വർക്കേഴ്സ്, അതായത് ഡെയിലി ലെവലില് സ്മോൾ സ്കെയിലില് കാഷ്വൽ വർക്കേഴ്സ് എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ പേറോളില് അവരെ നിത്യ കൂലിക്കാരെന്നുള്ള ലെവലിൽ വരുന്നവരാണ് കാഷ്വൽ വർക്കേഴ്സ്. അവരെ എംപ്ലോയ്മെന്റ് ചെറിയ ലെവലിലും മീഡിയം ചെറിയ ലെവലിലും ഉള്ള ചില കമ്പനികളാണ് ഇവർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുക. ചിലപ്പോ ദിവസക്കൂലിയായിരിക്കാം, ചിലപ്പോ ആഴ്ചക്കൂലിയായിരിക്കാം. ഒരാഴ്ച, ശനിയാഴ്ച വരെ, തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ ആഴ്ചക്കൂലിയായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കമ്പനികൾ, ചെറിയ കമ്പനികളും വളരെ ചെറിയ കമ്പനികളും, കുറച്ച് സാമാന്യം വലുത് എന്നാൽ വളരെ ലാർജ് സ്കെയിൽ കമ്പനി അല്ല, മീഡിയം കമ്പനിയാണ് ഈ അതിൽ വർക്ക് ചെയ്യുന്ന കാഷ്വൽ ദിവസക്കൂലി ആഴ്ചക്കൂലിയുള്ള ലേബറേഴ്സിനെയാണ്, വർക്കേഴ്സിനെയാണ് നിഗോയി കോൺസെൻട്രേറ്റ് ചെയ്ത്. ആ നിഗോയിനെ അങ്ങനെ ലീഡർഷിപ്പ് യൂണിയനായിട്ട് വരുമ്പോഴത്തേക്കും 1900 നിഗോയിയും കൊല്ലപ്പെടുകയാണ്. പിന്നൊന്ന് നമുക്ക് പറയാൻ പറ്റുന്ന എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് AK റോയിന്റെ. AK റോയ് വന്നിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഖനികളിൽ വർക്ക് ചെയ്യുന്നവർ, ധനഹാബാദ് ജാഗ്രിയ ബെൽറ്റില്, അതായത് ബീഹാറില് ഇപ്പൊ ഈ ഖനനം ചെയ്യുന്ന, കോൾ ഖനനം ചെയ്യുന്നത്, ഖനിയിൽ നിന്ന് നെയ്വേലി ലിഗ്നൈറ്റ് കോൾ മാതിരി മൈനിൽ പോയി, അതായത് ഖനികളിൽ പോയി
താഴെ പോയിട്ട് വർക്ക് ചെയ്യുന്നവർ. അപ്പൊ അവരുടെ പ്രശ്നങ്ങളാണ് AK റോയ് സംബന്ധിച്ച് പറഞ്ഞത്. അതിൽ പറഞ്ഞത് കോൺട്രാക്റ്റും കാഷ്വൽ ലേബറേഴ്സിനെ പറ്റിയാണ്. കോൾ മൈൻസിലുള്ള കാഷ്വൽ കോൺട്രാക്ട് ചെയ്യുന്ന ജോലിക്കാരെയും, കോൺട്രാക്ട് എന്ന് വെച്ചാൽ 2 മാസത്തേക്ക് 3 മാസത്തേക്ക് എന്നുള്ള കോൺട്രാക്റ്റില് പെർമനന്റ് അല്ല ജോലി, പക്ഷെ 3 മാസം ജോലി ഉണ്ടാവും. പിന്നെയും 3 മാസം കഴിയുമ്പോൾ ജോലി കോൺട്രാക്ട് പുതുക്കി കൊണ്ടുപോകുന്നു. അതേമാതിരി തന്നെയാണ് കാഷ്വൽ ലേബറേഴ്സും. ഈ കോൾ മൈൻസിലുള്ളവരുടെ പ്രശ്നങ്ങളാണ് റോയ് കോൺസെൻട്രേറ്റ് ചെയ്തത്. റോയ്ക്ക് ഒരുപാട് സപ്പോർട്ടും എല്ലാവിധമായ ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടും കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഇതിനുശേഷം അവരുടെ എത്ര തന്നെയായാലും അവർക്ക് പെർമനൻസി കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാല്, സ്ത്രീ വർഗത്തിന്റെ ലേബർ യൂണിയൻ ആരാണ്? അങ്ങനെ ഒരു സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഫാക്ടറികളിൽ സ്ത്രീകളും വർക്ക് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റൈൽ ഫാക്ടറിയിലൊക്കെ സ്ത്രീകളും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ പ്രോബ്ലംസ് സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് സേവ SEWA അത് എല്ലാ ബെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ട്രേഡ് യൂണിയൻ വഴി അവർ പറയുന്നത് എന്താ വെച്ചാൽ അവരുടെ പ്രോബ്ലംസ്, സ്ത്രീകളുടെ പ്രോബ്ലംസിനെ പറ്റിയാണ് ഈ ട്രേഡ് യൂണിയൻ ഫോക്കസ് ചെയ്ത് വന്നിരുന്നത്. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ട്രേഡ് യൂണിയനില് പൊളിറ്റിക്കൽ പാർട്ടീസിൽ അസോസിയേഷനുള്ള ടെക്സ്റ്റൈൽ വർക്കേഴ്സിന്റെ സ്ട്രൈക്കാണ് 1982 ബോംബെയിൽ. ഈ മുംബൈയിലുള്ള ടെക്സ്റ്റൈൽ വർക്കേഴ്സ്, അതായത് തുണി വ്യാപാരം ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നവര്, അവരുടെ രാഷ്ട്രീയ മിൽ മസ്ദൂർ സംഘ് എന്നാണ് അതിന് പറയാ. രാഷ്ട്രീയം എന്ന് വെച്ചാൽ നാഷണൽ, മിൽ എന്ന് വെച്ചാൽ ടെക്സ്റ്റൈൽ മിൽ, മസ്ദൂർ എന്ന് വെച്ചാൽ ലേബറർ, സംഘം എന്ന് വെച്ചാൽ യൂണിയൻ. ഇതാണ് RMMS. ഇത് അഫിലിയേറ്റഡ് ആയിട്ടുള്ളത് INTC വർക്കേഴ്സ് ആണ്. ടെക്സ്റ്റൈൽ മില്ലുമായിട്ട്, ബോംബെയിലുള്ള ടെക്സ്റ്റൈൽ മില്ലുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും നേരത്തെ പറഞ്ഞ മാതിരി MGKU എന്നുള്ള ദത്ത സാമന്തയുടെ ലിങ്കോട് കൂടിയിട്ടുള്ള ഒരു യൂണിയൻ ആണത്. ഇനി ആ വർക്കേഴ്സ് ബോംബെയില് ഒരു പ്രാവശ്യം അവർ ഇൻഡെഫിനിറ്റ് ആയിട്ട് സ്ട്രൈക്ക് പോയി. സ്ട്രൈക്ക് 1982 ജനുവരി 18 സ്ട്രൈക്ക് തുടങ്ങുന്നു. അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു വെച്ചാൽ കൂടുതലുള്ള വേജ് അല്ലെങ്കിൽ ഹയർ പേ, സാലറി കൂടുതലാക്കുക. പിന്നെ ടെമ്പററി ആയിട്ട് എടുത്തിട്ടുള്ളവരെ പെർമനന്റ് വർക്കേഴ്സ് ആക്കുക. അലവൻസ്, ലീവ് എടുക്കുകയാണെങ്കിൽ അതിന് അലവൻസ് കൊടുക്കുക. അതേമാതിരി ട്രാവൽ ചെയ്യാനും അവരുടെ പേയ്മെന്റ്, വീടിനുള്ള വാടക കൊടുക്കുക. ഇതൊക്കെയാണ് അവരുടെ ഡിമാൻഡ്സ്. ഈ വർക്കേഴ്സിന്റെ ഡിമാൻഡ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നതും ഇവരുടെ ലീഡർ ആയിട്ടുള്ളത് ദത്ത സാമന്താണ്. അപ്പൊ ഈ ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ലെങ്കിൽ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവര് ഈ ആറ്റിറ്റ്യൂഡിന് ഭയങ്കരമായിട്ട് എതിർക്കാനും തുടങ്ങി. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാല്, ഈ സ്ട്രൈക്കിങ്ങിന് കൂടി വരുമ്പോഴത്തേക്കും വർക്കേഴ്സിനാണ് എഫക്റ്റ് ആവുന്നത്. അത് മാത്രമല്ല, ടെക്സ്റ്റൈലിൽ വർക്ക് ചെയ്യുന്ന ഫാക്ടറി വർക്കേഴ്സ് ആയാലും ശരി, ചെറിയ ലേബറേഴ്സ് ഫാമിൽ വർക്ക് ചെയ്യുന്നവരായാലും ശരി, എല്ലാവർക്കും വലിയ പ്രശ്നങ്ങൾ വരും കമ്പനികൾ അടച്ചുപൂട്ടിയാൽ. ദത്ത സാമന്തിന്റെ ടൈമിലും ഈ വേജസ്, അതായത് പാടത്ത് പണിയെടുക്കുന്ന ലേബർക്കും അതേമാതിരി ടെക്സ്റ്റൈൽ വർക്കേഴ്സിനെ പറ്റിയാണ് പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നിരുന്നത്. അപ്പൊ ഈ ഒറിജിനൽ ആയിട്ടുള്ള ഡിമാൻഡ്സ് ഒന്നും സ്ട്രൈക്ക് അത്രയും കാര്യമായിട്ട് വരുന്നില്ലെങ്കിൽ കൂടെയും, പക്ഷെ ദത്ത സാമന്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ട്രേഡ് യൂണിയൻ ലീഡറായിട്ട് ബോംബെയിൽ മാറുകയാണ്. ഇനി നമുക്ക് ആലോചിക്കാൻ പറ്റുന്നത് ഈ ലിമിറ്റേഷൻസ്, എല്ലാ ട്രേഡ് യൂണിയനും അവരുടേതായ പരിമിതികളുണ്ട്. പരിമിതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഓരോ വർക്കിംഗ് ക്ലാസ്സിനും ചെറിയ വർക്കിംഗ് ക്ലാസ് ആയിട്ട് ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ അവരുടെ ഓർഗനൈസിങ് സ്കില്ല് ശരിയാകുന്നില്ല, സെക്ടർ ശരിയാകുന്നില്ല. ചില വർക്കേഴ്സ് ഒന്നും ട്രേഡ് യൂണിയനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അവരുടെ ഉദ്ദേശം പണിയെടുക്കുക, ജോലി മേടിക്കുക, വീടിന്റെ ചെലവ് നോക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ചിലത് വളരെ ചെറിയ
പരിമിതിയായിട്ട് നോക്കുമ്പോൾ കുറെ വർക്കേഴ്സും അല്ലെങ്കിൽ എല്ലാം സീസണലായിട്ട് അവർക്ക് അൺഎംപ്ലോയ്മെന്റ് വരും. ഓരോ അതായത് കർഷകനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ കർഷകന്റെ ധാന്യത്തിന് വിളവെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് 2-3 മാസം അയാൾക്ക് ജോലി ഉണ്ടാവില്ല, അൺഎംപ്ലോയ്മെന്റ് വരും. അപ്പോൾ അവിടെ ഇൻകം ഇല്ലാണ്ട് വരും. അപ്പൊ എന്ത് പറ്റും? ഈ പാടത്ത് പണിയെടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അയാള് സിറ്റികളിലേക്ക് ജോലി തേടി പോകും, ബോംബെയിലേക്കൊക്കെ ജോലി തേടി പോകും. അങ്ങനെ വരുമ്പോൾ ഈ വർക്കേഴ്സ് ഒരു കാരണവശാലും അവര് പഠിപ്പില്ലാത്ത വർക്കേഴ്സാണ്, ഇഗ്നറന്റ് ആണ്. ഈ മാത്രമല്ല എന്താ പറയാ, നമ്മള് ഈ സുപ്പീരിയർ എന്താ ഈ ഓരോ സൂപ്പർസ്റ്റിഷൻ അജ്ഞത കണ്ട് അവരെല്ലാം എന്ത് പറയുമ്പോഴും വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് ലാർജ് ആയിട്ടുള്ള സെക്ഷനാണ് വർക്കേഴ്സ്. അവർക്ക് ഗ്രാമത്തിൽ നിന്ന് വന്ന് ഗ്രാമത്തിൽ പാടത്തിൽ പണിയെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ, ഇത് ഇംഗ്ലണ്ടിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ടൈമില് ഇംഗ്ലണ്ടിലും മൈഗ്രേഷൻ ഉണ്ട്. വില്ലേജുകളിൽ നിന്ന് മൈൻസില്, അതായത് മാഞ്ചസ്റ്ററിൽ മൈൻസിലേക്ക് ആൾക്കാർ വരുമ്പോൾ അവിടെ അഗ്രേറിയൻ റവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഇതേമാതിരി സിറ്റിയിലേക്ക് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നു, ലേബറേഴ്സ്. അങ്ങനെ വരുമ്പോൾ ലേബറേഴ്സ് അങ്ങനെ വന്ന ശേഷം ഇംഗ്ലണ്ടിലും ഇതേമാതിരി ഖനികളിൽ പോവാനായിട്ട് ഫാമിലിയോടെ വരുമ്പോഴത്തേക്കും ഈവൻ ചെറിയ ചെറിയ ഖനികളിൽ അന്നത്തെ കാലങ്ങളിൽ താഴോട്ട് മുട്ടിലെഴഞ്ഞു പോകണം. ആ മുട്ടിലെഴിഞ്ഞു പോകാനായിട്ട് ഇവർ ചൈൽഡ് ലേബറിനെ കൂടെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് വളരെ പഴയതാണ് കഥകള്. അതിൽ ഈ കുട്ടികൾ ചെറിയ ട്രാമിൽ പോയി കോൾ എടുത്തുകൊണ്ട് വരണം. ആ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ലേബറേഴ്സിന് പൈസ, വർക്കേഴ്സിന് വേജസ് അല്ലെങ്കിൽ കൂലി വളരെ കുറച്ച് കൊടുക്കുള്ളൂ. പിന്നെ ഇവരുടെ താമസ സൗകര്യങ്ങളൊന്നും സുഖമില്ലാത്തവരായിരിക്കും. മാത്രമല്ല 8 മണിക്കൂറല്ല, വളരെ 12 മണിക്കൂറൊക്കെ കൂടുതലായിട്ടും പോകുന്നു. അപ്പൊ ഇതേമാതിരി തന്നെ ഇവിടെയും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ജോലിക്കാർ തമ്മിൽ അല്ലെങ്കിൽ വർക്കേഴ്സ് തമ്മിൽ യൂണിറ്റി ഇല്ല. പിന്നെന്ന് വെച്ചാൽ ഈ ട്രേഡ് യൂണിയന് സ്വന്തമായിട്ടുള്ള ഫൈനാൻസ് ഇല്ല. എന്ത് കാരണം അവർക്ക് ജോലി ചെയ്താൽ കൂലി കിട്ടുന്നു എന്നല്ലാണ്ട് ട്രേഡ് യൂണിയന് സ്വന്തമായിട്ട് ഫൈനാൻസ് വരുന്നില്ല. ഫൈനാൻസ് വരാണ്ട് വരുമ്പോഴത്തേക്കും അവരുടെ സബ്സ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ ചിലപ്പോ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് മെമ്പർഷിപ്പിന് കിട്ടുന്ന ചെറിയ എമൗണ്ടുകളായിരിക്കും. അപ്പൊ ഇവിടെ പ്രോബ്ലം മാത്രമല്ല, ഇപ്പൊ ഫൈനാൻസ് ഇല്ല, പിന്നെ പോപ്പുലേഷൻ കൂടുതൽ ഉണ്ടായത് കൊണ്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ട്രേഡ് യൂണിയൻസ് വരികയാണ്. അപ്പോൾ ഇവിടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം, മെമ്പർഷിപ്പ് ഫീസ് വളരെ കുറവായിരിക്കും. മാത്രമല്ല അതുകൊണ്ടായിരിക്കും ഇവർക്ക് എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുനിന്ന് ഫൈനാൻസ് കിട്ടാത്തത് കൊണ്ടും ഇവർക്ക് ലേബറേഴ്സിനെ യൂണിയൻകാർക്ക് സഹായിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും വരുന്നുണ്ട്. അതേമാതിരി തന്നെ വേറെ ട്രേഡ് യൂണിയൻ ലീഡേഴ്സിനെ പുറത്തുനിന്നുള്ള ലീഡേഴ്സ് സ്വാധീനിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഈ ലേബറേഴ്സിന്റെ ഗ്രൂപ്പ് നമ്മൾ പല വിധത്തിലുള്ള ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ല. ലേബർ യൂണിയൻ ലീഡർ അവരുടെ ആൾക്കാരെ ചതിക്കുന്നത്. കാരണം ഇവർക്ക് പഠിപ്പില്ലാത്തത് കൊണ്ടും അവർക്ക് ഇതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടും ലീഡർഷിപ്പ് ചില പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലീഡേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇവര് വർക്കിംഗ് ക്ലാസ്സിനെ മാക്സിമം അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഇവർക്ക് ഈ വർക്കിംഗ് ക്ലാസ്സിന് കൂടുതൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഇന്ത്യയിലും ഇതേ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഇനി നമ്മൾ കാണുന്നത് എന്താ വെച്ചാല്, ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മൂവ്മെന്റ്സ് ഉണ്ടായി, വിപ്ലവങ്ങൾ ഉണ്ടായി. ഈ വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് അത് ജമ്മീന്റെ അടുത്തുള്ള ലാൻഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പാടത്ത് വർക്ക് ചെയ്യുന്ന ലേബർ ആയാലും കൊള്ളാം, ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ലേബർ ആയാലും കൊള്ളാം, അവർക്ക് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പൊ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവിധ ലാൻഡ് എന്ന് പറഞ്ഞാൽ കൾട്ടിവേബിൾ ലാൻഡ് ഇല്ലാത്തവർ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തവർക്ക് അത് ആദ്യം പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോവാം. സ്വന്തമായിട്ട് സ്ഥലമില്ല, ലാൻഡ് ഓണർഷിപ്പ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ജമ്മീന്റെ അടുത്തുനിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇവർക്ക് അവരുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്താന്ന് വെച്ചാൽ, ആ ലേബറേഴ്സിന് ഫീൽഡിൽ അല്ലെങ്കിൽ പാടത്ത് വർക്ക് ചെയ്യുമ്പോൾ ചെറിയ തരത്തിലുള്ള വർക്കാണ് നടന്നുകൊണ്ട് പോകുന്നെങ്കിൽ
അവർക്ക് പൈസ കടം മേടിക്കേണ്ടി വരും. അതേമാതിരി തന്നെ ബ്രോക്കേഴ്സ് വന്ന് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അതേമാതിരി ജമ്മികൾ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഡിപ്പെൻഡ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന വർക്കിന് ഒരു ഫുൾ ഫാമിലി വർക്ക് ചെയ്താൽ കൂടിയും അവർക്ക് ദിനചര്യയെ പോകാൻ പറ്റാത്ത വിധത്തിലുള്ള മൂവ്മെന്റ്സ് വരും. അങ്ങനെ വരുമ്പോഴാണ് ഈ റബല്യസ് ആവുന്നത്. അതായത് ഈ ചെറിയ തരത്തിലുള്ള പുവറായിട്ടുള്ള ലേബറേഴ്സ് അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ കൂടുതലാവുമ്പോൾ പ്രീ ഇൻഡിപെൻഡൻസ് ടൈമിൽ ഉണ്ടമാതിരി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ടൈമിൽ നമ്മൾ ഇതുമാതിരി പല വിധത്തിലുള്ള വിപ്ലവങ്ങൾ കണ്ടിട്ടുണ്ട്. ഔദ് മൂവ്മെന്റ് ഉത്തർപ്രദേശില് 1920 ഖേഡ ആൻഡ് ബറോളി ഗുജറാത്തില്, ചമ്പാരൻ ബീഹാറില് മൂവ്മെന്റ്സില്, അതേമാതിരി മാപ്പിള റെബലിയൻ കേരളത്തില്. ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ ഇവരുടെ കൃഷി പോയി, അവരുടെ കൃഷിയുടെ ധാന്യങ്ങളില്ലാണ്ട് ഒരുപാട് ഭക്ഷ്യക്ഷാമവും വന്നിട്ടുണ്ട് ആ സമയങ്ങളിൽ. അതേമാതിരി തന്നെ തെലുങ്കാനയില്, ആന്ധ്രാപ്രദേശില് നക്സലൈറ്റിന്റെ കൺട്രോളിൽ വരുന്ന വെസ്റ്റ് ബംഗാളില് നക്സലൈറ്റ് തിബകാല മൂവ്മെന്റ്സ്, ഇങ്ങനത്തെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ വിപ്ലവകാരികളായിട്ട് മാറുന്നു. അപ്പൊ ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയും എക്കണോമിക്കലായിട്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരികയും, കൊളോണിയൽ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന മാതിരി തന്നെ ലാൻഡ് ലോർഡ്, അതായത് ജമ്മികള്, അത് അവരുടെ ഏജന്റുകള്, പണം കൊടുക്കുന്ന ദല്ലാള്, അല്ലെങ്കിൽ കൊളോണിയൽ ലീഡേഴ്സ് എല്ലാവരും ഇവരെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. അത് മാത്രമല്ല ഇവർക്ക് തിരിച്ചടയ്ക്കാൻ പൈസ ഇല്ലാത്ത ഒരു ലെവൽ വരികയാണെങ്കിൽ അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ആ പണം സംബന്ധിക്കുക, ബെഗർ എന്ന് പറയും അതിന്. അപ്പൊ ഇവരുടെ മണി ലെൻഡേഴ്സിന്റെ അടുത്ത് കൊടുക്കാൻ പറ്റാത്ത ലെവല്, കടൻ മേടിച്ച പണം തിരിച്ചു കൊടുക്കാൻ പറ്റാണ്ട് വരുമ്പോൾ ആ കുടുംബം മുഴുവൻ അവർക്ക് വേണ്ടിയിട്ട് അടിമപ്പണി ചെയ്യുന്നു. അത് കൂടാണ്ട് അവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അവരെ ഉപദ്രവിക്കുന്നു. ഇത് കൂടാണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കമേഴ്സ്യലൈസേഷൻ, ക്രോപ്പിന്റെ കമേഴ്സ്യലൈസേഷൻ പറയുന്നുണ്ട്. ക്രോപ്പിന്റെ കമേഴ്സ്യൽ ക്രോപ്പ് എന്ന് വെച്ചാൽ ക്യാഷ് ക്രോപ്സ് വിളവിക്കുക. അതായത് നെല്ല്, ധാന്യം, ബാജറയ്ക്ക് പകരം കോട്ടൺ ക്രോപ്പ്, ആ പറയുന്നത് ബ്രിട്ടീഷ് ടൈമില് കോട്ടൺ ക്രോപ്പിന് എടുക്കുമ്പോഴത്തേക്കും അവർക്ക് ഇത് ആഹാരം കഴിക്കാൻ പറ്റില്ല, കോട്ടൺ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഭക്ഷ്യക്ഷാമം വന്നു. അതേമാതിരി തന്നെ പുതിയ ലാൻഡ് റൂൾസ് വന്നു. പുതിയതായിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ്, ലാൻഡ് റൂൾസ് വന്നപ്പോഴും അത് അവരുടെ പ്രശ്നങ്ങൾ കൂടുതലാക്കുകയും ചെയ്തുള്ളൂ. ഇനി ഇതേമാതിരിയുള്ള ഈ കർഷകർ ഗ്രൂപ്പ് അവരുടേതായ ജന്മികളോടും അതേമാതിരി തന്നെ മണി ലെൻഡേഴ്സ് അവരുടെ ബ്രോക്കേഴ്സിന്റെ അടുത്തും അവർക്ക് റിയാക്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവര് പ്രശ്നങ്ങൾ പറഞ്ഞ് വിപ്ലവങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നത്. ആ സിറ്റുവേഷനിലാണ് നമ്മള് ഇതില് ലീഡർഷിപ്പ് കൊടുക്കുന്നത്. ചില സമയത്തൊക്കെയാണ് നമ്മള് ബാബ രാംചന്ദ് ഉണ്ട്, ഔദിലെ ലീഡറായിട്ട് വരുന്നു, പോപ്പുലറില്. ആ പോപ്പുലർ ലീഡറാണ് ഔദിന്റെ പെസന്റ് മൂവ്മെന്റിൽ അല്ലെങ്കിൽ കർഷക വിപ്ലവത്തിൽ രാംചന്ദ് ആണ് ലീഡർഷിപ്പ് കൊടുക്കുന്നത്. കാരണം ഈ കർഷകന്മാരെല്ലാം ഒരു ഓർഗനൈസേഷനിൽ വരുന്നില്ലല്ലോ. അപ്പൊ ഇത് മാത്രമല്ല, ഇവർക്ക് നെറ്റ്വർക്കിംഗ്, കർഷകർ തമ്മിലോ അല്ലെങ്കിൽ ലീഡർ തമ്മിലോ ഒരു ഓർഗനൈസേഷൻ ഇല്ലാണ്ട് വരുമ്പോഴത്തേക്കും ലോക്കലായിട്ട് ഉള്ള പ്രശ്നങ്ങളാണ് അവര് പറയുന്നതും അതിനെപ്പറ്റി വർക്ക് ചെയ്യുന്നതും. അവരുടെ പ്ലാനും സ്ട്രാറ്റജിയും ഒക്കെ ഒരു അത്രയ്ക്ക് പോകുന്നില്ല. അതേസമയം 20ാം നൂറ്റാണ്ടിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻവോൾവ് ആണ് ഈ പാർട്ടിയില്. കോൺഗ്രസ് പാർട്ടി 1920 ഒരു ഇതിന്റെ മൊബിലൈസ് ചെയ്യുന്നു. അതായത് കർഷകന്റെ പ്രശ്നങ്ങളെ പറ്റി എടുത്ത് സംസാരിക്കുകയും അങ്ങനെ കർഷക മൂവ്മെന്റ് അവരുടെ പ്രശ്നങ്ങൾ ബ്രോഡൻ ചെയ്ത് വലിയ വിപ്ലവമാക്കി മാറ്റുന്നു. ആ വിപ്ലവത്തിൽ കൂടി നാഷണൽ മൂവ്മെന്റിലേക്ക് ലിങ്ക് ചെയ്താണ് ബദ്രോളി സത്യാഗ്രഹം 1928 നടക്കുന്നത്. നോ റെന്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ എക്സാമ്പിൾ ആയിട്ടാണ് അത് നമ്മൾ ഉദ്ദേശിക്കുക. കോൺഗ്രസ് വളരെ കാര്യമായിട്ട് എൻകറേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ കൂടെ തന്നെയും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ്, അതായത് ഒരു ഭാഗത്ത് കോൺഗ്രസിന് രണ്ടുപേരും വേണം. ഒന്ന്
കർഷകനും വേണം, അതേസമയം ജമ്മിയും വേണം. രണ്ടുപേരെയും ഏതെങ്കിലും വിധത്തിൽ അവർക്ക് കൺട്രോൾ ചെയ്ത് പോവാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. അതേമാതിരി തന്നെ നമ്മൾ കാണുന്നു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ടൈമിൽ എല്ലാവിധ ലീഡേഴ്സും, അതായത് പറഞ്ഞാൽ അനുസരിക്കാണ്ടിരിക്കുക എന്നുള്ള ഗാന്ധിയുടെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ അവിടെ നാഷണലിസ്റ്റ് ലീഡേഴ്സ് ഇൻസ്പിറേഷൻ കൊടുക്കുന്ന കോൺഗ്രസിന് ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ളവരോടും, അതായത് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ളവരോടും ജമീന്ദാറിനോടും ഒരു സിമ്പതി ഉള്ളത്. അതേമാതിരി തന്നെ ക്ലാസ് ഓർഗനൈസേഷൻസ് ഏതൊക്കെ വിധത്തെ ലീഡർഷിപ്പിനെ ഗാർഡ് ചെയ്ത് കൊണ്ടുവരാമോ അവരുടെ കൊണ്ടുവരേക്കാനുള്ള ഒരു ഉദ്ദേശം. ഇതിൽ തന്നെയാണ് നമ്മൾ ഈ സർക്കംസ്റ്റൻസിലാണ് ആദ്യമായിട്ട് ഓൾ ഇന്ത്യ പെസന്റ് ഓർഗനൈസേഷൻ, അതായത് ഓൾ ഇന്ത്യ കിസാൻ എന്ന് വെച്ചാൽ ഫാർമർ, കിസാൻ സഭ ഫോം ചെയ്തത് 1936 ലക്നൌവിൽ. അതിന്റെ ലീഡർഷിപ്പ് എടുത്തിരുന്നത് സ്വാമി സച്ചിദാനന്ദ സരസ്വതി, ഫൗണ്ടർ. അങ്ങനെ ബീഹാർ പ്രദേശ് കിസാൻ സഭയുടെ ഫൗണ്ടറാണ്. അപ്പൊ NG രംഗ, ഇപ്പൊ നമ്മള് ഡൽഹിയിലും ഈ ഇടയ്ക്ക് കർഷക കിസാന്റെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു ഡൽഹിയില്, ഈ വളരെ 5-6 മാസങ്ങൾക്ക് മുമ്പ് വരെ. അപ്പോ ഈ കർഷകരുടെ മൂവ്മെന്റ് ആന്ധ്രയിലും ഫസ്റ്റ് സെക്രട്ടറി ആയിട്ട് വരുന്നത്, ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത് NG രംഗ, ഫസ്റ്റ് സെക്രട്ടറി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ കിസാൻ മൂവ്മെന്റ്. പിന്നെ ഇങ്ങനത്തെ പല വിധത്തിലുള്ള ഓർഗനൈസേഷൻസ് ഓൾ ഇന്ത്യ കിസാൻ സഭ എസ്റ്റാബ്ലിഷ് ചെയ്തു. എല്ലാ കൺട്രികളിലും ഇതേമാതിരി എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരാണ്. അതിനുശേഷം 1937 തുടക്കകാലങ്ങളിൽ നമുക്കൊരു പുതിയതായിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ഇവിടെ കാണുന്നുണ്ട്. കോൺഗ്രസ് ആണ് പ്രോമിസ് ചെയ്യുന്നത് റാഡിക്കൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, വളരെ ഇലക്ഷന് മുമ്പുള്ള സമയമാണ്, അവരുടെ സിവിൽ ലിബർട്ടീസും എല്ലാവിധമായ മൊബിലൈസേഷനും പെസൻട്രിയും അവരുടെ നല്ല ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവുന്നൊക്കെ കോൺഗ്രസ് പറയുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഈ അഗ്രേറിയൻ ലീഗലൈസേഷൻ, അതായത് ലാൻഡ് തിരിച്ചു കൊടുക്കുക, ഡിപ്രഷൻ ടൈമിൽ വന്ന് സെക്യൂരിറ്റി കൊടുക്കുക, ഇങ്ങനത്തെ മെഷേഴ്സ് ഒക്കെ പറഞ്ഞ് അവര് ഈ ഡിസാറ്റിസ്ഫാക്ഷൻ കാരണം, അവർക്ക് കർഷകർക്ക് തൃപ്തി ആവാത്ത കാരണം അവര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, മീറ്റിംഗ്സ് നടത്തുന്നു, കോൺഫറൻസ് നടത്തുന്നു, ഡെമോൺസ്ട്രേഷൻ നടത്തുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ആന്റി പെസന്റ് മൂവ്മെന്റ്സിനെ ടേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ലീഡേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്യും. അതേമാതിരി തന്നെ ഡെമോൺസ്ട്രേഷൻ ഒന്നും പാടില്ല എന്ന് പറഞ്ഞ്, ഒരു വിധത്തിലും കർഷക മീറ്റിംഗ്സ് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ബാൻ ചെയ്യും. അപ്പോ ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമാണ്. സെക്കൻഡ് വേൾഡ് വാർ ടൈമും കോൺഗ്രസ് മിനിസ്ട്രി റിസൈൻ ചെയ്യുന്നതും പുതിയതായിട്ടുള്ള കിസാൻ സഭ ലീഡേഴ്സ് വരുന്നതും, ഇതൊക്കെ ഇതിനെ ഒരു ഐഡിയലായിട്ട് നമുക്ക് എടുത്തു പോകാവുന്നതാണ്. 1939 ഓൾ ഇന്ത്യ കിസാൻ സഭ പ്രിസൈഡ് ചെയ്യുന്നു, കൺവെൻഷൻ നടത്തുകയാണ് ആചാര്യ നരേന്ദ്രദേവ്. അപ്പോ ഇങ്ങരുടെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിൽ പറയുന്നത് മുഴുവൻ സെപ്പറേഷൻ ആണ്. ഈ കിസാൻ സഭ കോൺഗ്രസിന്റെ കൂടെ നിൽക്കേണ്ട, അത് സെപ്പറേറ്റ് ആയിട്ട് വരണമെന്നുള്ള ഡിമാൻഡാണ് പറയിക്കുന്നതും അത് അവസാനം കോൺഗ്രസിനെ പ്രഷറൈസ് ചെയ്യുന്നതും. ഇതിനുശേഷം ട്രാൻസ്ഫർ ഓഫ് പവർ വരുമ്പോൾ, ഇന്ത്യയിലെ ട്രാൻസ്ഫർ ഓഫ് പവർ വരുമ്പോഴത്തേക്കും ഈ പെസന്റ് മൂവ്മെന്റ്സ് എല്ലാം തന്നെ ഇവരുടെ എത്രത്തോളം ഇവർക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ നോക്കം. അപ്പൊ പുതിയ സ്പിരിറ്റില് അവരുടെ റൈറ്റ്സ് എന്തൊക്കെ എടുക്കാൻ പറ്റും, ഏതൊക്കെ നേച്ചറിൽ സോഷ്യൽ ബേസിസിലും അച്ചീവ്മെന്റ്സ് എടുക്കാൻ പറ്റും, ലിമിറ്റേഷൻസില് പെസന്റ് മൂവ്മെന്റ്സ് എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അവർ നോക്കിക്കൊണ്ടുവരുന്നത്. അതായത് ഇന്ത്യ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ് ഈ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളുടെ തേക്ബ മൂവ്മെന്റ് ഉണ്ട് ബംഗാളില്. അതേമാതിരി ഈ മൂവ്മെന്റില്, ബംഗാളിലെ മൂവ്മെന്റില് 1946 ഗ്രാജുവലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കമ്മ്യൂണിസമാണ്, കമ്മ്യൂണിസ്റ്റ് കിസാൻ സഭ. അതേമാതിരി 1947 ഓൾ ഇന്ത്യ കിസാൻ സഭ വന്നിട്ട് കൂടുതൽ കമ്മ്യൂണിസത്തിലേക്ക് മാറുകയും കമ്മ്യൂണിസ്റ്റ് ലീഡർഷിപ്പില് ബംഗാളിലും ഉണ്ടാവുന്നു. ഇതേമാതിരി ഇതിന് ശേഷം ഒരു ക്ലാഷ് ഉണ്ടാവുന്നു. ക്ലാഷ് എന്ന് വെച്ചാൽ പരസ്പരം ഉള്ള ബാർഗേഡേഴ്സ്, ഷെയർ ആയിട്ട് ക്രോപ്പ് ചെയ്യുന്നവരും ജോദാസും എംപ്ലോയേഴ്സും
ഈ ഷെയർ ക്രോപ്പിംഗ് വരുമ്പോഴത്തേക്കും അവരുടെ ക്രോപ്പിന്റെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ് പ്രോപ്പർട്ടി 1/3 കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിനെ ഇവര് ഡിവിഷൻ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഗോഡൌൺസിലും ഈ ഗോഡൌൺ വഴി കർഷകർക്കും അതേമാതിരി പെസൻസിനും ഒക്കെ ഒരു മൂവ്മെന്റ് ആയിരുന്നു. ഈ മൂവ്മെന്റിനെ അതായത് വലിയ നിലയിലുള്ള പെസന്റ് അല്ല, വർക്കേഴ്സ് അല്ല, മിഡിൽ ലെവലുള്ള വർക്കേഴ്സ് ആണ് ഈ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇവര് ലാൻഡ് ലോർഡിനെ അല്ലെങ്കിൽ ജമീനെ അറ്റാക്ക് ചെയ്യാണ്. 1947 ഈ സിവിയർ ആയിട്ടുള്ള റിപ്രഷൻ ഉള്ള സമയമാണ് ഈ മൂവ്മെന്റ് ഒന്ന് കുറയുന്നത്. കാരണം പ്രൊവൈഡ് ചെയ്തുള്ള ഇവര് ജമ്മിമാരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നു കർഷകര്. ഇതിനുശേഷം തെലുങ്കാന മൂവ്മെന്റില് 1946 ഹൈദരാബാദിലെ നിസാമിന്റെ കാലഘട്ടത്തിൽ പ്രിൻസ്ലി സ്റ്റേറ്റ് ആണത്. അവിടെയും ഇതേമാതിരിയുള്ള മൂവ്മെന്റ് ഡെവലപ്പ് ആവുകയാണ്. ആ മൂവ്മെന്റ് വഴി അവര് കളക്ഷൻ എക്സസീവ് ആയിട്ടുള്ള റവന്യൂ, അതായത് ജാഗിദാർ എന്ന് വെച്ചാൽ ലാൻഡ് ലോർഡ്, ജാഗിദാർ കൂടുതലായിട്ടുള്ള പൈസ അല്ലെങ്കിൽ റവന്യൂ കളക്ഷൻ ചെയ്യുമ്പോൾ ഇതിനെ ഇവരെ ഒപ്പോസ് ചെയ്യുന്നു. ഇന്ന് വളരെ റിച്ച് ആയിട്ടുള്ള ലാൻഡ് ലോർഡ്, ജാഗിദാർ ലാൻഡ് ലോർഡാണ്. ഇതിന് വളരെ ആബ്സെന്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇവർക്ക് ഈ നിസാമിന്റെ അടുത്തും ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾ പാസ് ഓൺ ചെയ്യാണ്. അതായത് പാവപ്പെട്ട കർഷകന്, ലേബറിന് അവർക്ക് ഓക്യുപ്പൈ ലാൻഡ് ഇല്ല, വേസ്റ്റ് ലാൻഡ് ഇല്ല. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നു. 47 ഒരു ഗറില്ല ആർമി ഫോം ചെയ്യുന്നു. ഗറില്ല ടാക്ടിക്സിലുള്ള ആർമി. ഇവര് സ്വന്തമായിട്ട് പൂവറായിട്ടുള്ള സാധുക്കളായ കർഷകർ ഗറില്ല ആർമി ഫോം ചെയ്ത് ലേബർ യൂണിയൻ ഉണ്ടാക്കി. അതിൽ ഈ ആർമിയിൽ ട്രൈബല്, അതായത് വനവാസികളും അൺടച്ചബിൾസ് കൂടുന്നുണ്ട്. പിന്നെ ഇവരെന്താ ചെയ്യുന്നല്ല, ജമീന്ദാറിന്റെ ആയുധങ്ങൾ എടുക്കുന്നു, അവരെ സബ്സിഡി ചെയ്യുന്നു, കൺട്രോൾ ഓവർ എടുക്കുന്നു. അതിനുശേഷം പോപ്പുലേഷൻ. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ മൂവ്മെന്റ്സ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരുന്നു. 1951 ആർമീനെ, തെലുങ്കാന മൂവ്മെന്റിനെ അവർ അടിച്ചമർത്തപ്പെടുന്നു. ഇനി അതിനുശേഷം 67 നമ്മൾ നക്സൽബാരി സിസ്റ്റം അല്ലെങ്കിൽ നക്സൽബാരി മൂവ്മെന്റ് കാണുന്നു ഡാർജിലിംഗിൽ, വെസ്റ്റ് ബംഗാളിൽ. ഇതേമാതിരി 20 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് റൂൾ സമയത്തിലും കോൺഗ്രസിന്റെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്സിലും ഒക്കെ അതേമാതിരി തന്നെ കമ്മ്യൂണിസ്റ്റത്തിന്റെ സിസ്റ്റമുള്ള കേരളത്തിലും ബംഗാളിലും ഈ വിധത്തിലുള്ള മൂവ്മെന്റ്സ് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇവരുടെ CPI മോഡലായാലും ശരി, CPIM മോഡലായാലും ശരി, പാർട്ടിസിപ്പേഷൻ 1967 എലക്ഷന്റെ മൂവ്മെന്റ് ആണിത്. ഈ എലക്ഷൻ മൂവ്മെന്റിൽ ഇവര് പെസൻസിന് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് കൂടുതലായിട്ട് കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അങ്ങനെ ജമീന്ദാറിന്റെ നമ്മൾ പല നക്സൽബാരികളുടെ അറ്റാക്ക് ഇവിടെ കണ്ടിട്ടുണ്ട് കേരളത്തില്. അപ്പോൾ ഈ ഓർഗനൈസേഷൻസ് വളരെ കാര്യമായിട്ട് ഇഫക്റ്റീവായിട്ട് പിടിക്കാൻ തുടങ്ങി. ഇത് മാത്രമല്ല തെലുങ്കാന മൂവ്മെന്റിന്റെയും കണ്ടു. ഇത് നക്സൽബാരി മൂവ്മെന്റ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് 67 മൂന്നാമത്തെ ആഴ്ചയിൽ, മെയ് മാസം 3-ാമത്തെ ആഴ്ചയിലാണ്. അപ്പൊ വയലൻസ് ഉണ്ടാവുന്നു, ഭയങ്കരമായിട്ട് വയലൻസ് ഉണ്ടാവുന്നു, ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി കിട്ടുന്നു കോളേജ് മൂവ്മെന്റില്. അത് മാത്രമല്ല ചൈനയുടെ ബിലീഫ് ഉണ്ട് നക്സലൈറ്റ്സിലും ഈ ഏരിയയിൽ ഉണ്ടോ എന്നുള്ളത്. ഇതേമാതിരി 1967 പോലീസും ബറ്റാലിയനും പാരാമിലിറ്ററിയും അജോയ് മുഖർജി അയക്കുകയാണ്, ചീഫ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. അപ്പോ ഇതിൽ കമ്പൈൻഡ് ആയിട്ടുള്ള റബലിയറ്റ്സിൽ അടിച്ചമർത്തപ്പെടുന്നു. ഈ നക്സൽബാരിനെ അടിച്ചമർത്തപ്പെടുകയും മൂവ്മെന്റിനെ വളരെ സീരിയസ് ആയിട്ട് അവർ ഹാൻഡിൽ ചെയ്യുന്നു. അപ്പൊ ഈ റവല്യൂഷണറി അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള വിപ്ലവകാരം മുഴുവനും കേരളത്തിലും ഇതേമാതിരി തന്നെ നമ്മൾ കാണുന്നുണ്ട്. മാർക്സിസ്റ്റ് സമയത്ത് തേർഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെ ഓരോ പാർട്ടിയുടെ ബിലീഫും അവരുടെ വിചാരത്തിലാണ് ഈ ജമീന്ദാറെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. നക്സലൈറ്റ് മൂവ്മെന്റ് റെഫറൻസ് വരുന്നതും പാവപ്പെട്ട കർഷകരുടെ അത് തിരിഞ്ഞു വരികയാണ് അവര്. ഇതേമാതിരി തന്നെ ഹോപ്പുമായിട്ട് വരുന്നത് മിലിറ്റന്റ് ഫിലോസഫിയാണ്. മിലിറ്റന്റ് ഫിലോസഫി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഉള്ളവരിൽ നിന്ന് പിടിച്ചിട്ട് ഇല്ലാത്തവർക്ക് കൊടുക്കുക.
അതേമാതിരി തന്നെ ഫൈറ്റിംഗ് ചെയ്ത് സെക്യൂരിറ്റി ചെയ്യുക, അവനവന്റെ ജോലിക്കുള്ള സെക്യൂരിറ്റി വേണം, മിനിമം ആയിട്ടുള്ള സാലറി വേണം, ഷെയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്രോപ്പിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു ശതമാനം ഞങ്ങൾക്ക് കിട്ടണം. പിന്നെ സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല, അബ്യൂസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ ഇൻസിഡൻസിനൊക്കെ പറ്റിയിട്ടാണ് ഈ എക്സസൈസ് ചെയ്യാനുള്ള വോട്ടിംഗ് എക്സസൈസ് ചെയ്യാനുള്ള ഇത് വേണം. ഇത് കൂടാണ്ട് നമ്മൾ ലാൻഡ് സീലിംഗ് ആക്ട് വരുന്നുണ്ട് 1961. അത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്, ഇല്ലാത്തവർക്ക് ലാൻഡ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. നക്സൽബാരി മൂവ്മെന്റ് 67-ലും ലാൻഡ് ഗ്രാബ് മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുന്നത് 1970-ലാണ്. ഇതിന്റെ സീൽ ചെയ്ത് പോവാണ്. 69-ൽ ഹോം മിനിസ്റ്റർ വാൺ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ സ്റ്റെപ്സ് എടുക്കുന്നതിനും ടെൻഷൻ വരുന്നു, സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെന്റിനും തമ്മിൽ ടെൻഷൻ വരുന്നു. ലാൻഡ് റീഫോംസിന്റെ പാർട്ടി 20 പോയിന്റ് പ്രോഗ്രാം എന്നുള്ളത് ഇന്ദിരാഗാന്ധിന്റെ പ്രോഗ്രാംസ് കൊണ്ടുവരുന്നുണ്ട്. ആ പ്രോഗ്രാംസ് വഴി ഇവിടെ ആ സമയത്ത് 1977-ൽ 4.4 മില്യൺ ഏക്കേഴ്സ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത് ലാൻഡായിട്ട്. അങ്ങനെ വന്ന് അതിലെ സെക്ഷലായിട്ടും ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവരുന്നു, പെർസെൻറ്റേജ് കൊണ്ടുവരുന്നു, അഗ്രികൾച്ചർ ലേബർ കണ്ടിന്യൂ ചെയ്തു വരുന്നു. ഇപ്പൊ ആന്ധ്രാപ്രദേശ് നക്സലൈറ്റ് ആയുള്ള ആന്ധ്രാപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഇവിടെയൊക്കെ മിലിറ്റൻസിന്റെ ഒരു ഫീലിങ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കൂടുതലായിട്ടുള്ള മൂവ്മെന്റ്സ് കൂടി വരികയാണ്. പിന്നെ വരുന്നത് നമ്മൾ വളരെ റിച്ച് ആയിട്ടുള്ള ഫാർമേഴ്സിന്റെയും അവരുടെ മൂവ്മെന്റ്സും വരുന്നത് ഭാരതീയ കിസാൻ സഭയുടെ ഉദ്ദേശത്തില് പഞ്ചാബില്, ഉത്തർപ്രദേശില് ഇങ്ങനത്തെ കുറെ രാജ്യങ്ങളിലൊക്കെ വരുന്നുണ്ട്. പ്രോമിനന്റ് ആയിട്ട് പറയുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റുന്നത് ഭൂപേന്ദ്ര സിംഗ് പഞ്ചാബില്, മഹേന്ദ്ര സിംഗ് യുപിയില്, ഇവരൊക്കെ ലീഡർഷിപ്പ് എടുത്തിട്ട് ഈ സെക്ഷൻ ഇവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇതിലേക്ക് വേണ്ടി സഹായിക്കുകയും വർക്ക് ചെയ്യും. ഗ്രീൻ റെവല്യൂഷനാണ് കൊണ്ടിരിക്കുന്നത്. ഈ ഹയേർഡ് ലേബർ വേണ്ട എന്നുള്ളതും അതേമാതിരി അവർക്കുള്ള ടെക്നോളജി കൊടുക്കാനുള്ള സഹായ സഹകരണങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ മൂവ്മെന്റ്സ്. ഇതേമാതിരി തന്നെ എല്ലാ സബ്സിഡി ആയിട്ടുള്ള ഗവൺമെന്റ് കൊടുക്കണം, സത്യാഗ്രഹം പാടില്ല. കോമണൈസേഷൻ ആയിട്ട് വരുന്നത് ഗവൺമെന്റ് ബ്ലോക്ക് ചെയ്യാണ് റിച്ച് പാരന്റ്സിന് സത്യാഗ്രഹ അല്ലെങ്കിൽ ബന്ദി ഒക്കെ വേണമെന്നുള്ളത്. ഫാർമേഴ്സിന്റെ ഇന്ത്യൻ ഫാർമേഴ്സിന്റെ മൂവ്മെന്റ്സ് സെവറൽ പൊളിറ്റിക്കൽ കോമൺ ഫാക്ടേഴ്സ് ആയ മാർക്കറ്റ് ഓറിയന്റഡ് ഡിമാൻഡ്സ് കൊണ്ടുവരുന്നു. അതിനുശേഷം പാറ്റേൺസ് ഓഫ് മൊബിലൈസേഷൻ മാറ്റുന്നു. BKU മൂവ്മെന്റും ഉത്തർപ്രദേശിലും ഷാർപ്പായിട്ടുള്ള ട്രഡീഷണൽ ഓർഗനൈസേഷനും അതേമാതിരി തന്നെ ചരൺ സിംഗിന്റെ സമയത്ത് 1987-ൽ ട്രിക്കറ്റ് ട്രഡീഷണൽ ലീഡർഷിപ്സ് എടുക്കുന്നു. ഭാരതീയ കിസാൻ ഓർഗനൈസേഷൻസ് മൂവ് ചെയ്യുകയും അതേമാതിരി തന്നെ ഒരു റിച്ച് ആയിട്ടുള്ള പുവർ ആയിട്ടുള്ള ഫാർമേഴ്സിന്റെ ഡിവിഡൻഡ് സംഗതി മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. ഭാരത് ഡിവൈഡ് ചെയ്യാണ്. അതിനുശേഷം ഈ ഫാർമേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കി പോവാനുള്ളതാണ്. ഇനി ഇമ്പാക്ട്, ഇതിൽ എന്താണ് ഇമ്പാക്ട്, ഇവരുടെ ലേബർ വർക്കേഴ്സ് മൂവ്മെന്റ് ഇമ്പാക്ട് എന്താന്ന് നോക്കിയാല് നരസിംഹറാവുവിന്റെ പീരീഡിലും സക്സസീവ് ആയിട്ടുള്ള അടൽ വാജ്പേയിന്റെ പീരീഡിലും ഈ അജണ്ട കണ്ടിന്യൂ ചെയ്യുന്നു. അതേമാതിരി തന്നെ ന്യൂ എക്കണോമിക് പോളിസീസ് കൊണ്ടുവരുന്ന മാർക്കറ്റ് മേക്കിംഗ് പോളിസീസ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വേണ്ടാന്ന് വയ്ക്കുന്നു. 90-ലും 80-ലും ഈ പീരീഡിനെയാണ് നമ്മൾ ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറയാ. ലേബർ ലോസ് ഒക്കെ വളരെ സെക്യൂരിറ്റി കൊണ്ടുവരികയും വർക്കേഴ്സിന് വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം കൊണ്ടുവരികയും പ്രാക്ടീസ് ചെയ്യുന്ന കാഷ്വൽ ലേബർ അവർക്ക് വൈഡ് സ്പ്രെഡ് ആക്കുന്നു. ട്രേഡ് യൂണിയൻ അതേമാതിരി സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ITDCയിലേക്കുള്ള സ്ട്രൈക്ക് ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ട്രേഡ് യൂണിയനിലെ ആൾക്കാരുടെ സ്ട്രൈക്ക്, സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, ITDC ഹോട്ടൽസ്, ബാങ്ക്സ്, നാഷണൽ റവന്യൂ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് പ്രൊവൈഡ് ചെയ്യാണ് സെക്യൂരിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കാനുള്ള ലേബർ ഫോഴ്സ് കൊണ്ടുവരുന്നു. 1994-ൽ ഇന്ത്യ യുറോഗ്വേയുമായിട്ട് സംബന്ധം എടുക്കുകയും അവർ ടാരിഫ് ഗാറ്റ് കൊണ്ടുവരികയും അതിനുശേഷം പുതിയതായിട്ടുള്ള എക്കണോമിക് പോളിസീസ് ഗാറ്റിന്റെ വഴി ഫാർമറിന്റെ എല്ലാവിധ കോമ്പൻസേഷൻ കൊടുക്കാനും ഇന്ത്യ പ്ലാന്റ് ബ്രീഡേഴ്സിന്റെയും മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന്റെയും പ്രോഫിറ്റ് കമ്മീഷനൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. ഫാർമേഴ്സ്, കർണാടക ഫാർമേഴ്സ് ആയാലും ശരി, കേരള ഫാർമേഴ്സ് ആർക്ക് എത്രത്തോളം സീഡ് മേടിക്കാൻ പറ്റും, അതായത് അവരുടെ
അടുത്ത ചെലവിനുള്ള അല്ലെങ്കിൽ അടുത്ത കൃഷിക്കുള്ള സീഡ്സ്, വിത്തുകൾ എങ്ങനെ സെർമിനേഷൻ ചെയ്യിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു വരികയാണ്. ഈ റെസ്പോൺസിന്റെ ഇംപ്ലിമെന്റേഷനുള്ളതിൽ ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവരുന്നു. അതേസമയം തന്നെ WTOയിൽ ജോയിൻ ചെയ്യുന്നു. ഇതേമാതിരി ഇതാണ് നമ്മളുടെ ഒരു വിധത്തിൽ വന്ന് അവസാനിക്കുന്നത് ഈ ചാപ്റ്റർ. നന്ദി, നമസ്കാരം.